ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടത്താസ് ബ്ലോഗ്. സുഖല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? പിന്നില്ലേ, ഇന്ന് അമ്മതാ പണിക്ക് പോയില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ചെയ്യുന്ന പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ കഴിയുന്നുണ്ട്. അമ്മ ഇതൊക്കെ ഞാൻ ആക്കി വെച്ചത് കേട്ടോ. വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ കണ്ടോ അമ്മ. ആ എൻ്റെ കൈ ഇതാ ഒന്നായിട്ട് ചോന്ന് കുറേ ഇട്ട് ഇവിടെ പുല്ലായി ആയിട്ട് നന്നായിട്ട് മുറ്റത്ത്. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അങ്ങനെ ഒന്നായിട്ട് പുല്ലയക്കുക. അപ്പം ഇന്ന് ക്ലീൻ ചെയ്യാ എന്ന് വിചാരിച്ചു അല്ലേ അമ്മ? ആ ആ അമ്മ ആ കൈക്കോട്ട് എടുത്തമ്മ. ഓ അതന്നെ ചെയ്യമ്മ. അമ്മയ്ക്ക് അറിയാലേ? അതിന് ശക്തി ഉണ്ട്. പണിക്ക് പോവാനുള്ള ശക്തി ഇല്ലല്ലേ? ഇഷ്ടല്ല പണി. സ്വയം പണി ചെയ്യുന്നുള്ള ചെയ്തിടമ്മ. ആ എൻ്റെ സൈക്കിളോട്ടൊക്കെ എടുക്കണ. ഞാൻ 2 കൊല്ലം ഇതും സ്കൂളിൽ പോയിരുന്നല്ലേ അമ്മ? ലോക്ക്ഡൗൺ ആയപ്പോൾ വാങ്ങിയിരുന്നു. ബസ്സൊന്നും ഇല്ലായിരുന്നു ഞാൻ പോണ സ്കൂളിൽ ആ ഭാഗത്തേക്ക്. അപ്പം അങ്ങനെ സൈക്കിള് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോവലായിരുന്നു. കഴിഞ്ഞമ്മ എത്ര പെട്ടെന്ന് മാറും. ഞാൻ എടുത്തരാം. അപ്പം ഗൈസ്, നമ്മൾ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ. എപ്പം തുടങ്ങിയതെന്നറിയോ? 11 മണിക്കേറ്റം തുടങ്ങിയതെന്ന്. ഇപ്പോൾ ടൈം 6 മണി. 6 മണിക്കാണ് കഴിഞ്ഞത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഫുള്ളും പുല്ലൊക്കെ പറിച്ച് ഇവിടെ ഒക്കെ കൂട്ടി വെച്ചിട്ടോ. തെങ്ങിൻ്റെ ചുവട്ടിലാണോ എല്ലൊക്കെ വെക്കുക. അപ്പോൾ അവിടെ വെച്ച് ഇതുമ്പോൾ നല്ല റോസാപ്പ് ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. ഇത് ചീരാമുളക്, നല്ല വലിയ നല്ല ഉണ്ട ചീരാമുളകാ. ഇതാ നല്ല വലിപ്പമുള്ള. ഇവിടെ ഒക്കെ വൃത്തിയാക്കി. ഇത് കിട്ടിയതാ. ഇന്ന് വൃത്തിയാക്കുമ്പോൾ അവിടെ ഉണ്ട് കുറേ തേങ്ങ. ഇവിടെ ഇതാ അടിക്ക. ഇതിവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കറ്റർവായ. ഇതടിക്ക് ഞാൻ തലേ തേക്കും. ഇതാട്ടോ ഇവിടെ അമ്മ ദാ ഫോൺ കണ്ടോട്ടിരിക്കണേ. എന്താണമ്മ എപ്പം കണ്ടാലും ഫോൺ അല്ലേ അമ്മ? ഭഗവാൻ ഭഗവാൻ ഭക്തി. ഇതാ ചക്ക. ഇന്ന് ചക്ക ഉണ്ടാക്കാം അമ്മ? നാളെയോ? ഇതാ ഇത് ഇവിടുത്തെ കേട്ടോ. ഒന്നും ചെയ്യൂല. പാവം പ്രഗ്നന്റാ. എനിക്ക് പേടി കേട്ടോ. അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോ. ഹായ് പറ. ഹായ് ഹായ് കേട്ടോ പറയുന്നേ. ഇവിടെ അടിച്ചു വാരി കൂട്ടനായിട്ട് കത്തിച്ചിട്ടോ. ഇവിടെ വിറകുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ക്ലീൻ ചെയ്യാൻ. ഈ ചുറ്റും അമ്മ കാണിച്ചത് എങ്ങനെയാ പച്ചക്കറി കട്ട് ചെയ്യാൻ. ഇത് പശുക്കൾക്ക് വേണ്ടിട്ടല്ലേ? എന്തേ? ആയിക്കോട്ടെ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ബൈ ബൈ. അങ്ങനെ ഒക്കെ ക്ലീൻ ചെയ്ത് എപ്പം കണ്ടാലും അമ്മ പോണില്ല അല്ലേ അമ്മ? ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയ. അമ്മ പോയി അപ്പം തന്നെ. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോവാം. ഒക്കെ കഴിഞ്ഞല്ലോ. കുഴഞ്ഞൊന്നായിട്ട് ഊരെ വേദനിച്ച്. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് വരാം. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഇരുന്നതിൻ്റെ എന്തോ പ്രശ്നം കേട്ടോ. എൻ്റെ കൗത്ത് മീൻസ് തടി ഉള്ള മാതിരി തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ തൈറോയിഡാണോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും പരിപാടി ഇതില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും കേട്ടോ. ഇതാ ഓക്കെയാണ് എൻ്റെ. ഞാൻ പേടിച്ചത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ കുറച്ച് തടി വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തോന്നിക്കുന്നതാ. പക്ഷെ ഞാൻ നേരിട്ട് ഞാൻ ഇന്ന് കുറേ ഞാൻ കണ്ണട പോയി നോക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷെ സംഭവം ഒന്നുമില്ല കേട്ടോ. ആ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതാ. ഞാൻ കുറച്ച് തടി വെച്ചാണ് അതുകൊണ്ട് കേട്ടോ. തൈറോയിഡൊന്നും ഇല്ലേ എനിക്ക്.
ഞാനില്ലേ കുളിച്ച് വന്ന് കുറച്ചതായിട്ടോ. ഇപ്പോൾ 8 മണിയല്ല, ഞാൻ ഒരു 7 മണിയാകുമ്പോൾ കുളിച്ചിക്കണേ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം. എനിക്ക് വിശക്കുണ്ടെന്ന് കുറേ പണിയെടുത്തില്ലേ. അപ്പോൾ ഇന്നെന്താ അറിയോ, ചിക്കനും ചോറും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ ആൻഡ് ചോറും നല്ല ടേസ്റ്റ്. ഞാൻ എന്തായാലും കഴിക്കട്ടെ വേഗം, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നോളി കഴിക്കാൻ. അപ്പോൾ ഗൈസ് ഇപ്പം 11:53 അപ്പോൾ ഇന്ന് 31-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ, ന്യൂ ഇയറിൻ്റെ. അപ്പം ഞാൻ അത് പോയി റെഡിയാക്കി വെക്കട്ടെ. എല്ലാവരും ഉറങ്ങുക, അച്ഛനൊക്കെ ഉറങ്ങുക. അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. അമ്മ ഏട്ടൻ്റെ റൂമിലാണ്, ഏട്ടനില്ല, ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഓരോ കൂടെയാണ് തോന്നുന്നുണ്ട് ന്യൂ ഇയർ. പിന്നെ ചെറിയ ഏട്ടന് ഓനക്ക് വർക്കുണ്ട്. പിന്നെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട്, ഓന് ഉറങ്ങിയില്ല, ഫോൺ കാണും. അപ്പോൾ ഞാൻ പോയി കേക്കൊക്കെ എടുത്തേക്കട്ടെ കേട്ടോ. ഇതാട്ടോ കേക്ക്. ഇത് എഴുതിച്ചിട്ടില്ലല്ലോ അമ്മ, എഴുതിച്ചിട്ടില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ എഴുതിക്കല്ലോ. ഈ हटो ना, नया साल के बैठे तू लिख ले. അതിന് ഇത് വേണ്ടേ ഞാൻ എഴുതണമെങ്കിൽ? പേപ്പറിലേക്ക് വെച്ച് ഉണ്ടാക്കി കൂടെ കഴിച്ചോക്കി കൂടെ ഞാൻ അയച്ചോക്കി. കേക്ക് നീ എഴുതാത്ത കേക്ക് 58 ഇതാട്ടോ. ഏറ്റവും ചെറിയ ആളാട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന. 12 മണിയായി. ഹാപ്പി ന്യൂ ഇയർ. ഈ കേക്കില് ഓ അതുകൊണ്ട് എഴുതാനാ. അച്ഛൻ ഉറക്കത്തിന് എണീച്ച് വന്നത്, നല്ല ഉറക്കത്തിലാ. Masa? Kah? Kat botam na sab. Ide. Kat bitam na saket. ये तोर भेलवाने वीडियो बनाला काट के पटाखा फोड़लाम का. അമ്മ പടക്കം പൊട്ടിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ പടക്കം എടുത്തു കൊടുക്കട്ടെ അമ്മയ്ക്ക്. ഇതാ എല്ലാവർക്കും മുറിച്ചു കൊടുക്കണം. जा चम्मच के पूरी बने खाली. ഇങ്ങോട്ട് പൈസ വയ്ക്കണേ. ഏട്ടന്റെ മുഖത്ത് തേച്ച് രാത്രി തയ്ക്കണ്ട. ഇങ്ങോട്ട് പൈസ വയ്ക്കണ കേട്ടതാ കേക്ക് വാങ്ങിയതിന്. ഇന്ന തയ്ക്കണ്ട, ഇന്റെ മുഖത്ത് കുരു ഉണ്ടാവും. കേക്ക് കട്ട് ചെയ്തിട്ട് ഇരിക്കാം. കണ്ടോ നിങ്ങള് എന്റെ മുഖത്താട്ടം നേരത്തെ തയ്ച്ചു. ഞാൻ പോയി കഴിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ നല്ലൊരു തുടക്കം ഉണ്ടാവട്ടെ 2026. നിങ്ങൾക്ക് നല്ലൊരു ഓർമ്മകൾ, അതേമാതിരി ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ആയിട്ട് വരട്ടെ. എന്തായാലും പോയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നല്ലൊരു ലൈഫ് തുടങ്ങാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പോയി കേക്ക് കഴിക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അമ്മ വേഗം കഴിക്കണ കേക്ക്. ഞാനും കഴിക്കട്ടെ പോയിട്ട് കേട്ടോ. കഴിച്ചപ്പാടമ്മ അതാ ഓടണേ. ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ അമ്മ. ഓ പോക ഇതെവിടെ പോയിട്ട് അമ്മ പൊട്ടിക്കണേ? അമ്മ പൊടി ഓ അമ്മന്റെ വഴിയൊക്കെ മാറി. അമ്മ ഇന്ന് രാവിലെ എനിക്ക് ഊരവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പണിയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കണ്ട് നിങ്ങൾ ഓടണേ. पटाखा फोड़ना है, बहुत पटाखा है, फोड़ो।
नहीं बोलना पर तुम डर लगता है അതിന് മമ്മ മെഴുകുത്തിരി ഞാൻ മെഴുകുത്തിരി കൊണ്ടു തരണോ? हाँ लाता പൂത്തിരി ഇതിനോട് പേടിയില്ല അമ്മ? കറക്കമ്മ റൗണ്ടില്. അമ്മ അമ്മയ്ക്ക് എത്ര വയസ്സായി? അതോ അവിടെ പൊട്ടിക്കുന്നേ അപ്പുറത്ത് നല്ല ഇതായിക്കണല്ലോ. घर में അല്ല അപ്പുറത്ത് പുല്ലൊക്കെ നന്നായിട്ട് മാറ്റി മീൻസ് അയക്കണല്ലോ. ഇനി ഇതൊച്ചുണ്ടാവില്ല. ഇതൊച്ചുണ്ടാവില്ല. ഇതാ അമ്മ മൂട്ടിലാത്തി. കാണട്ടമ്മ ഓടണേ. എന്താ कनी हुए कनी कनी उठते അമ്മ ന്യൂ ഇയറില്ല അമ്മ മെഴുകുത്തിരി അവിടെ തന്നെ ഇട്ട് പോയിട്ടോ. അതത്രേ ഉള്ളൂ. ചെലപ്പോ അത് ഒച്ചുണ്ടാവും കേട്ടോ. അതിലമ്മ മുകളിലേക്ക് എറിയണതാണ്. എന്താ അത് മുകളിലേക്ക് എറിയണതാണ് അമ്മ. അതന്നെ അത് കയ്യിൽ കത്തിച്ചിട്ടില്ലേ മുകളിലേക്ക് എറിയും. ഇനി മതിയില്ലേ? ഇവിടെ കറങ്ങും അമ്മ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കത്തിച്ചതാ ദീപാവലിക്ക്. ഈ പടകൊക്കെ ഇല്ലേ ദീപാവലിൻ്റെതാട്ടോ. അത് അച്ഛമ്മ മരിച്ചോണ്ട് അന്ന് കത്തിക്കാൻ പറ്റിയിട്ടില്ല. ദീപാവലി ഇല്ലേന്നല്ലോ അമ്മ? ദീപാവലി ഇല്ലേന്നല്ലോ ഇപ്രാവശ്യത്തെ. ഇപ്രാവശ്യം ഇട്ടിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ രണ്ടച്ഛമ്മ ഉണ്ടായിരുന്നു. ഒരച്ഛമ്മ കഴിഞ്ഞ ഇതിൽ മരിച്ച് ഒന്ന് ഇതിലും. കൈകൊണ്ടല്ല അമ്മ, കാലുകൊണ്ട്. ചാടമ്മ ചാട. ഇത് പൊട്ടൂലല്ലോ ശരിക്കലും. ഇനി മതിട്ടോ. വെറുപ്പട്ടായിട്ട് പൊട്ടിട്ടമ്മ. അമ്മ ഓടിക്കോട്ടോ. എത്ര എണ്ണാണല്ല ഇത്? കുറേ ഉണ്ട് കേട്ടോ. ചുട്ടു സിറക്കൽ അതോട്ട് വെച്ച് പോരട്ടമ്മ. ഇനിയുണ്ട് കേട്ടോ അവിടെ. കഴിഞ്ഞ്
മതി പോരിപ്പാ ഇനി മതിട്ട് അമ്മ എല്ലാവരും ഉറങ്ങുക. ഇനി മതി പോര്. അച്ഛൻ ഇപ്പോൾ വിളിച്ച അമ്മേനെ ചൂടാവും കേട്ടോ. അച്ഛൻ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം അമ്മ. എന്തേ അല്ലേ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടോ. ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അമ്മയാണ്. थोड़ा सा सुस्ती आयल हाउसफुल रहे के चाहिए इंसान के दुख हो या सुख यंग रहे के चाहिए. ഓർക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ല അപ്പൊ അങ്ങനെ പറയാൻ എനിക്ക് മലയാളി അറിയില്ലല്ല. ദുഃഖം പോയ സുഖം മസ്ത്. അമ്മ അറിയാം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എപ്പോഴും മീൻസ് ഹാപ്പി ആയിട്ട് നിൽക്കണം, ഹാപ്പി സ്ട്രോങ് ആയിട്ട് നിൽക്കണം അല്ലേ. ഞങ്ങൾ അങ്ങനെ നിക്കണം. ഞങ്ങൾക്ക് ഉള്ളില് വീട്ടിൽ ഉണ്ടാവാറ് നോക്കൂലല്ലോ. അപ്പൊ ചിരിക്കണം, ചിരിക്കണം 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 ചിരിപ്പിക്കണം, ചിരിക്കണം 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 ചിരിപ്പിക്കണം ചിരിപ്പിക്കണം. അപ്പൊ ചെലപ്പം വീട്ടില് എന്തോ ഒരു പ്രശ്നമാവുമേ അപ്പൊ ചിരിക്കൂ. അപ്പൊ ഓക്ക് ബദനമാറി. എന്റെ അമ്മ അങ്ങനെ തന്നെ കേട്ടോ. നല്ല രസം അമ്മേൻ്റെ കൂടെ സംസാരിക്കാൻ. വേഗം ടൈം പോകും, നമ്മളറിയൂല. എന്തായാലും ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ തന്നെ നല്ല ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. നിങ്ങളുടെ ലൈഫിലും ഇതേമാതിരി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ഒരു ഈ 2026 നല്ല ഓർമ്മകളായിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയി ഉറങ്ങട്ടെ. ഇപ്പം എത്ര ആയാലും 12:30 ആയി. സൗണ്ടൊക്കെ പോയി. അമ്മ കേക്ക് മതിയായി. അമ്മയ്ക്ക് കേക്ക് മതിയായി. ഏറ്റവും കൂടുതൽ കേക്ക് അമ്മയെ കഴിക്കും. ഇന്ന് അമ്മ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഇത് നല്ല യാത്ര സൂപ്പറല്ലേ ഉണ്ടാക്കലായി. എനിക്ക് വേണോ വേണോ? എനിക്ക് വേണ്ട വേണ്ട ഓടങ്ങാൻ പോവാ. ഒരേ ചപ്പയ്ക്ക് പോയില്ലേ പിന്നെ ചിരിപ്പിക്കണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കേക്കൊക്കെ. നമ്മൾ ഈ കൂൾ ബാറിലൊക്കെ പോവുകയാണെങ്കിൽ അമ്മ അധികം പേസ്ട്രി ആവും കഴിക്കുക. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ബ്ലാക്ക് ഫോറസ്റ്റാണ് അമ്മ അധികം കഴിക്കുക കേട്ടോ. പക്ഷെ ഇന്നാട്ടം കൊണ്ടുവന്ന് വേറെയാണ്, അതുണ്ടാവും. ശുഭരാത്രി. ശുഭരാത്രി. അമ്മൻ്റെ ഭാഗമായിട്ട് ശുഭരാത്രി എല്ലാവർക്കും. ശുഭരാത്രി. നിങ്ങൾ കണ്ടോ എൻ്റെ കുറച്ചൊരു പ്രശ്നമില്ല കേട്ടോ. എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമൊന്നുമില്ലേ. ഞാൻ അത് ആ കമൻറ്റ് കണ്ടതിൻ്റെ ശേഷം ഞാൻ കണ്ണാടിൽ കുറേ നോക്കി. നീ കുഴപ്പമുണ്ടോ ഞാൻ അമ്മ ഞാൻ ഫുള്ളും കണ്ണാടിൽ നോക്കി കേട്ടോ. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അതങ്ങനെ ഇരുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ കുറച്ച് തടി വെച്ചത്, അതുകൊണ്ടാവും. എന്തായാലും ഞാൻ പോയി ഉറങ്ങട്ടെ. നാളെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, തുടക്കല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം അമ്പലത്തിൽ പോയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം എന്തായാലും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് നൈറ്റ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു. അമ്മ ഇന്ന് ഉറങ്ങൂല. ഇന്ന് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. അമ്മ ഇന്ന് ഉറങ്ങൂല. എൻ്റെ ബാക്കിലത്തെ ഇത് വെച്ചിട്ടുണ്ട്, ബാക്കിൽ കർട്ടന്. അത് കസിൻ ബ്രദറൊക്കെ വന്നപ്പോൾ അവർക്ക് വിരുത്തി കൊടുത്തിട്ടോ. ഒന്നുണ്ട് ഉള്ളിൽ, അത് എൻ്റെ ക്യാമ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അതാണ് ഞാൻ ചെരിഞ്ഞിട്ട് വീടെടുക്കണേ. ഇവിടെ ഡോറൊന്നും ഇല്ല കേട്ടോ. ഈ വീട് എന്തായാലും വിൽക്കാനായിട്ടുണ്ട് അവർ. അതുകൊണ്ട് ഞാൻ നാളെ ഹോം ടൂർ ചെയ്യട്ടോ, വിൽക്കുന്നതിന് മുന്നേ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അമ്മ എണീച്ച് വരും.
बाय बाय.